വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഗോപകുമാർ. എന്ത് ചെയ്യുന്നു? റിട്ടയർഡ് ഗവൺമെന്റ് സർവന്റ്. ഓക്കെ. സ്ഥലം? തിരുവനന്തപുരം. ശംഭു. എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സ്ഥലം ട്രിവാൻഡ്രം അല്ലേ? നിങ്ങൾ എല്ലാവരും ഒരു ഫാമിലി അല്ലേ? ഹലോ മോളൂസേ, പേരെന്താ? പേര് പറ. പേര് നിക്കിത. ഞാൻ ആഷ്ന. എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അരുണിമ. എന്ത് ചെയ്യുന്നു? പഠിക്കുക. ആരാധന കോളേജിൽ. ശൈലജ. വർക്ക് ചെയ്യുന്നുണ്ടോ? റിട്ടയറായി. ഓക്കെ. അപ്പോൾ എല്ലാവരെയും ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെട്ടു. ഇനി എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് പ്രതീക്ഷിക്കുന്നത്. മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയാൻ ശ്രമിക്കുക, പറയാതിരിക്കരുത്. ഓക്കെ. 20 സെക്കൻഡിനുള്ളിൽ പറയുന്ന ആൻസർ പറയുക. ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ എന്ന് പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. നിങ്ങളെല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് മത്സരിക്കുന്നത്. ഓ യെസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഉരുകുന്ന തടിക്ക് ഉദിക്കുന്ന തല. ഉരുകുന്ന തടിക്ക് ഉദിക്കുന്ന തല. സാധാരണ യെസ്, ക്യാൻഡിൽ ഇവിടെ പറഞ്ഞു. കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ ഇംഗ്ലീഷിൽ ആദ്യം പറഞ്ഞായിരുന്നു. ആദ്യം അവിടെ നിന്നാ പറഞ്ഞേ. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഉണ്ടാക്കാൻ പ്രയാസം, ഉണ്ടാക്കിയാൽ നഷ്ടപ്പെടില്ല, കൊടുത്താൽ കൂടുകയും ചെയ്യും. എന്താണ്? വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം നമുക്ക് പറയാം. അറിവ് എന്നാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എങ്കിലും മാം അതുവരെ പറഞ്ഞു, അതുകൊണ്ട് നമുക്കൊരു പോയിന്റ് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറിവ്, നോളജ്. ഉരുട്ടാം, അടയ്ക്കാം, എടുക്കാൻ പറ്റില്ല. എന്താണ്? നിങ്ങൾക്കൊക്കെ ഉണ്ട് സാധനം. ഉരുട്ടാം, അടയ്ക്കാം, പക്ഷെ എടുക്കാൻ പറ്റില്ല. കണ്ണ്. കറക്റ്റ് ആൻസർ. 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എത്ര തല്ലിയാലും കണ്ണീർ വരാത്ത കുട്ടപ്പൻ ആരാണ്? എത്ര തല്ലിയാലും കണ്ണീർ വരാത്ത കുട്ടപ്പൻ ആരാണ്? ആരാ ആ കുട്ടപ്പൻ? എത്ര തല്ലിയാലും കണ്ണീർ വരത്തേയില്ല. ഉത്സവങ്ങൾക്കൊക്കെ കാണും. ഉത്സവത്തിനൊക്കെ ഈ ഒരു സാധനം കാണും. കൊട്ടുന്നുണ്ടോ? ചെണ്ട. കൊട്ട്. എല്ലാത്തിന്റെയും ക്ലൂ എനിക്ക് ഇങ്ങോട്ട് ഇട്ട് തരും. ഞാൻ ആൻസർ പറഞ്ഞു വേണം. അപ്പോൾ 2 ക്വസ്റ്റ്യൻ. ചെണ്ട. 2 ക്വസ്റ്റ്യൻ ഇവിടെയും പറഞ്ഞു, 2 ക്വസ്റ്റ്യൻ അവിടെയും. അതാരാ? ഓക്കെ. അനന്തരവൻ. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അനിയന്റെ മകൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എവിടെ ചെന്നാലും കാണാം, ഞാനില്ലെങ്കിൽ നിങ്ങളില്ല. ആരാണ്? നിങ്ങൾ എവിടെ പോയാലും ഷാഡോ അല്ല. എവിടെ പോയാലും കാണാം, പക്ഷെ ഞാൻ അല്ലെങ്കിൽ നിങ്ങളില്ല. സ്കൈ അല്ല. പകൽ സമയത്ത് ഇത് കാണാൻ പറ്റും. സൺ. ആരാ പറഞ്ഞ? ഇവിടെ. അപ്പോൾ കറക്റ്റ് ആൻസർ ആണ് സൺ. ഇതെന്തോടെ മുകളിലെ കയറി ഇരിക്കുന്നു എങ്ങനെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കുത്തിന് കണ്ണ് തുറക്കും, മറുകുത്തിന് കണ്ണടയ്ക്കും. എന്താണ്? നമ്മുടെ വീട്ടിലും എല്ലാ സ്ഥലത്തും ഉണ്ട്. സ്വിച്ച്. കറക്റ്റ് ആൻസർ ആണ്. സ്വിച്ച് കറക്റ്റ് ആൻസർ. ഇനി ആൻസർ പറയാത്ത ആരാ ഉള്ളത്? നമ്മുടെ ആന്റി മാത്രമേ ഉള്ളൂ അല്ലേ? എന്തോ ലൈറ്റ് ആണ് ആൻസർ വരുന്നത്. സ്വിച്ച് പറഞ്ഞാലും നമുക്ക് കൊടുക്കാമല്ലോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാളെ ഏറ്റാൻ 4 ആള്. നമ്മൾ വീട്ടിലുണ്ട്. കട്ടിൽ. ആരാ അവിടെ പറഞ്ഞേ ആദ്യം? കട്ടിൽ അവിടെ പറഞ്ഞിട്ട്. അപ്പോൾ ആന്റി ആൻസർ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. 2 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ 2 പേരുണ്ട്. 2 പേരുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു തൊഴുത്തിൽ 32 വെളുത്ത കാള. പല്ല്. കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ. അപ്പോൾ എല്ലാവരും ഇപ്പോഴാണ് കറക്റ്റ് എല്ലാത്തിന്റെ ആൻസർ ആയത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ ഇവിടെ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? പാട്ട് പാടും. എന്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനിപ്പം ടോസ് ചെയ്തെടുക്കണം. 2 കൂടെ ഒരുമിച്ച് ഒരു പാട്ട് പാടാം. നിക്കിക്കുട്ടി ഒരു പാട്ട് പാടാം. പേര് പോലും പറഞ്ഞില്ല, അപ്പഴാ പാട്ട് പാടുന്നത് അല്ലേ? പാടണമെന്നുണ്ട്, പക്ഷെ പാട്ട് ശരിയല്ല. പാട്ടിക്കാൻ പറ്റില്ല. പാട്ട് പാടും.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓടാത്ത അമ്മയ്ക്ക് ഓടുന്ന കുട്ടി. ഓടാത്ത അമ്മയ്ക്ക് ഓടുന്ന കുട്ടി. ഇത് വീട്ടിലെ അടുക്കളയിലൊക്കെ ഉള്ളൊരു സാധനം. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ആർക്ക് ഞാൻ കൊടുക്കും? ആലോചിച്ച് നോക്കട്ടെ. ഇവിടെ ആദ്യമായിട്ട് ആക്ഷൻ പറഞ്ഞത് ചേട്ടനാണ്. സംഭവം കിട്ടിയില്ലെങ്കിലും ഓക്കെ. അപ്പോൾ ചേട്ടനാണ് പോയിന്റ്. കറിക്ക് വേണം, ഇലയ്ക്ക് വേണ്ട. എന്താണ്? കറിക്ക് ഈ ഒരു സാധനം വേണം, പക്ഷെ ഇലയ്ക്ക് ഈ ഒരു സാധനം എടുക്കാൻ പറ്റത്തില്ല. കറിവേപ്പില. കറിവേപ്പില കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയ് ആരാ? എന്തായിരുന്നു പേര്? പാവം പോലെ നിന്ന് നമ്മുടെ ഗോപകുമാർ ചേട്ടനാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ്. അപ്പോൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരമുണ്ട്. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.